ഇനി മുതൽ മൊബൈൽ നമ്പറുകൾ ലഭിക്കാനും പണം നൽകേണ്ടി വരും. സിം കാർഡിനും റീചാർജ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് പണം നൽകിയിരുന്നുവെങ്കിലും ഇനി മുതൽ രാജ്യത്തെ മൊബൈൽ നമ്പറുകൾക്കും ലാൻഡ് ഫോൺ നമ്പറുകൾക്കും പണം ഈടാക്കാനാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. പുതിയ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഇത് ഉടൻ പ്രാവർത്തികമാക്കുമെന്നാണ് റിപ്പോർട്ട്. കമ്പനികൾക്കും ഉപയോക്താക്കൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. മാത്രമല്ല, മൊബൈൽ ഓപ്പറേറ്റർമാരിൽ നിന്ന് നിരക്കുകൾ ചുമത്തുകയും പിന്നീട് ഇത് ഉപയോക്താക്കളിൽ നിന്ന് അവർക്ക് വീണ്ടെടുക്കാനും കഴിയുന്ന രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഉപയോഗമില്ലാത്ത നമ്പറുകൾക്ക് പിഴ ഈടാക്കാനും ട്രായ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കാത്ത നമ്പറുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ റീചാർജ് ചെയ്യുകയോ നമ്പർ കട്ട് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. ഇനി 2 സിമ്മുള്ള ഉപഭോക്താവാണെങ്കിൽ അവർ അത് ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുകയും ആ സിമ്മ് ഉപഭോക്താവിനെ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് ആ നമ്പർ ഓപ്പറേറ്റർ റദ്ദാക്കുകയും ചെയ്തില്ലെങ്കിൽ ഓപ്പറേറ്ററിൽ നിന്ന് പിഴ ഈടാക്കാനും സൂചനയുണ്ട്. നിലവിൽ UK, ലിത്വാനിയ, ഗ്രീസ്, ഹോങ്കോങ്, ബൾഗേറിയ, കുവൈത്ത്, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ബെൽജിയം, ഫിൻലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, പോളണ്ട്, നൈജീരിയ, ദക്ഷിണാഫ്രിക്ക, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപയോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ടെന്നാണ് ട്രായ് അറിയിച്ചത്. അതുകൊണ്ട് 2 സിം കാർഡ് ഉള്ളവരും പുതിയ നമ്പർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും പുതിയ നിർദ്ദേശം ശ്രദ്ധിക്കണം.